നല്ല കട്ടിയുള്ള കോട്ടയം സ്റ്റൈൽ മീൻകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? അതിനായിട്ട് വേണ്ട സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എന്നിവ മിക്സിയിൽ ചതച്ചെടുക്കുക. മീൻകറി വയ്ക്കാൻ വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് മൺചട്ടിയാണ്. മൺചട്ടി നല്ലതുപോലെ ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി പേസ്റ്റും ഇതിലേക്കിട്ട് നല്ലതുപോലെ വഴറ്റുക. ഇവയെല്ലാം ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പൊടി ഐറ്റംസാണ്. അതിനു വേണ്ടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് വഴറ്റുക. ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഇത് വഴറ്റുക. ഏകദേശം 2-3 സെക്കൻഡ് ഇത് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുതിർത്ത് വച്ചിരിക്കുന്ന കുടംപുളിയും കൂടി ചേർക്കുക. അതിനുശേഷം നല്ലതുപോലെ തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഏകദേശം ഒരു ഗ്ലാസ് 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് കറി ലൂസാക്കുന്നില്ല. നല്ല ചാറോട് കൂടിയ കറി വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർക്കാവുന്നതാണ്. പിന്നെ മീനിനകത്ത് ഓൾറെഡി വെള്ളത്തിൻ്റെ ഒരു കണ്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് വെള്ളം ചേർത്ത് കറി ലൂസാക്കുന്നില്ല. കറി നല്ലതുപോലെ തിളച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഉപയോഗിക്കുക. ഞാനിവിടെ എടുത്തേക്കുന്നത് ചൂരയാണ്, കേരച്ചൂര എന്ന് പറയും. ആ മീനാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതിനുശേഷം 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ആദ്യത്തെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നത്തെ 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ട് കുക്ക് ചെയ്യാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഓയിലൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത്. മീൻ കറിക്ക് ടേസ്റ്റും. ഇപ്പോൾ കറി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. മീൻകറി ഇറക്കുന്നതിന് മുന്നേ 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്.